ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഭയങ്കര ശോകമുഖമായിട്ടൊരു വ്ളോഗാണ്. വേറൊന്നുമല്ല, നമ്മള് ഉടനെ ഇതേ പറഞ്ഞ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകേണ്ട ടൈമൊക്കെ ആയി. ഏകദേശം ഒരു ദിവസം ഉള്ളു ഇനി പോകാനായിട്ട്. അപ്പൊ നമ്മള് ഇന്നിപ്പോ സാറ്റർഡേ നൈറ്റാ. നമ്മള് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. പിന്നെ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് പാക്കിങ് നടക്കും ഇല്ലെന്നൊന്നും അറിയത്തൊന്നുമില്ല. കൊണ്ടുപോകാനുള്ളൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞൊന്നും വെച്ചില്ല. ഇന്ന് രാവിലെ ഇന്നിട്ട് എഴുതി വെച്ചു. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് പോയിട്ട് കുറെ സാധനങ്ങൾ പോയി അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാല് ഞങ്ങള് ഇന്ന് ശനിയാഴ്ച അഡ്മിറ്റ് ആകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഡോക്ടർ വിളിച്ചിട്ട് സെക്കൻഡ് സാറ്റർഡേ ഉണ്ട്, അനസ്തേഷ്യ ഡോക്ടറും കാണത്തില്ല, സർജറി ചെയ്ത ഡോക്ടറും കാണത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വെള്ളിയാഴ്ച എല്ലാം വേണ്ടി പറഞ്ഞ് ഞങ്ങൾ വെള്ളിയാഴ്ച ചെന്ന് എല്ലാ ചെക്കപ്പും എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ചെല്ലാൻ വേണ്ടി അഡ്മിറ്റ് ആകാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 8:30 മണി എല്ലാം ഇവിടെ സർജറി. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഇപ്പൊ കുറെ സാധനങ്ങൾ പോയി മേടിച്ചോണ്ട് ഇവിടെ എത്തിയപ്പോ പിന്നെ നോക്കിയപ്പോ ഇനി 2-3 സാധനങ്ങൾ മേടിക്കാറുണ്ട്. അതിപ്പം തൽക്കാലം നമ്മളിവിടെ കടയിൽ എനിക്ക് പ്രത്യേകം പറഞ്ഞാൽ എല്ലാം എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നു എഴുതി വെച്ച് അതങ്ങനെ നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് പാക്ക് ചെയ്താലും 1-2 മിസ്സായി പോവും. അതിന്റെ കണക്ക് പണിയും കിട്ടി. കണ്ണിലൊരു കുരുവന്ന് നല്ല ശരിക്കും നീര് വെച്ച് ഇന്നലെയൊക്കെ ഇതിന്റെ അപ്പുറം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് വെച്ച് താന്ന്. എന്നാലും എല്ലാവർക്കും പനി വരും പോവും. വിക്സ്മിട്ടായൊക്കെ വായിട്ടായിരിക്കുന്ന. ഇന്നലെ പോയിട്ട് എനിക്ക് ഒരു ടി എടുത്തിട്ട് വന്നിട്ട് അവിടെ നിന്ന് വരുന്നേരം കുഴപ്പമില്ല. ഇവിടെ വന്ന് മേലൊക്കെ കഴുകി വന്നപ്പോ അന്നേരം ഭയങ്കര ശരീരം വേദനയാണ്. ഒരു ചെറിയ ചൂട് ഒരു ഇച്ചിരി നേരം കിടന്നപ്പോഴത്തേക്കും അതൊക്കെ. പക്ഷെ കണ്ണ് ഭയങ്കര വേദന. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇന്ന് ഓഫീസിൽ പോയിപ്പോ മുതുക് ചെറുതായിട്ടൊന്ന് ഇടറി. ആരൊക്കെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി. കുരുമേ കുരു എന്ന് പറഞ്ഞൊക്കെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇനിയപ്പോ ഞങ്ങള് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്ത് ചൊവ്വാഴ്ച സർജറി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച വിടാന്ന് പറഞ്ഞിരുന്നു. അപ്പം വെള്ളിയാഴ്ച ഡോക്ടർ ലീവാണ്. അപ്പം വ്യാഴാഴ്ച കുഴപ്പമില്ലെങ്കിൽ വ്യാഴാഴ്ച വിടും, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടി ശനിയാഴ്ച. അപ്പൊ ഈ ഒരാഴ്ചത്തേക്കുള്ള സകല ഡ്രസ്സ്, കാരണം വെച്ചാൽ നമുക്ക് പോയിട്ട് വരാനുള്ള ദൂരം ഞാൻ പറഞ്ഞില്ല, ആരും ഇല്ല ഞങ്ങളിവിടെ നിൽക്കാനും പിടിക്കാനും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുക. ആകെ മൊത്തത്തിൽ ടെൻഷൻ. പിന്നെ ഒരു ദിവസം കൂടെ നീണ്ടു പോകുന്ന ഓർത്തിട്ട് അപ്പൊ നമുക്ക് പോയിട്ട് വരാനുള്ള അത്രയും ദൂരമില്ല, അല്ല ദൂരം ഉണ്ട്. അതുകൊണ്ട് സകല സാധനങ്ങൾ എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇനി വെച്ചാല് നമുക്ക് കോട്ടയത്ത് നിന്ന് വടവത്തൂർ എന്നാണ് വടവത്തൂരിലെ ES സർജറി ചെയ്യുന്നത്. അപ്പം കോട്ടയത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് ഞങ്ങൾക്ക് വഴി അറിയത്തില്ല, ഞങ്ങൾ മാപ്പ് എല്ലാം ഇട്ടിട്ടാ പോയത്. അപ്പം എന്തെങ്കിലും അപ്പൊ ഞങ്ങള് എനിക്ക് അവിടുന്ന് ഫുഡ് കിട്ടും. അപ്പൊ ഇക്കാക്ക് ഫുഡ് അപ്പൊ അതിനുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നോക്കി വെച്ചിട്ടാ വന്ന. അപ്പൊ ഇക്ക പ്രത്യേകം പറയുന്നുണ്ട് എല്ലാം എടുത്തു വെച്ചോണം, നമുക്ക് ഓടിപ്പോയിച്ച് ഒന്നാമത്തെ കാര്യം സ്ഥലം എവിടെയാന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കണേ തന്നെ വാങ്ങണമെങ്കിൽ കുറച്ച് നടക്കണം. ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്റർ അഷ്ടി അത്ര നടന്നാതെ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തൊക്കെയാവും എങ്ങനെയൊക്കെയാവും ഓർത്തിട്ട് ടെൻഷൻ. പിന്നെ എല്ലാം പിന്നെ ഇപ്പം പാക്ക് ചെയ്യണം. അപ്പൊ ഓരോന്നോരോന്ന് നോക്കി വെച്ചാൽ എന്തായാലും എത്ര നോക്കി വെച്ചാലും അവിടെ ചെല്ലുമ്പോ വല്ല എന്തെങ്കിലും മറന്നത് ഉറപ്പുള്ള കാര്യം വിട്ടു പോവുമല്ലോ. അപ്പൊ ടെൻഷൻ അടിച്ച് എന്തൊക്കെയാവോന്ന് ഓർത്തിട്ട് എത്തും പിടിയില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. ഞങ്ങള് സർജറി ചെയ്യുന്നെന്ന് പറഞ്ഞ് വ്ളോഗ് എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഇപ്പോഴാണ് 2ാമത്തെ ഒരു വ്ളോഗ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത്. പക്ഷെ ഈ സർജറിയുടെ കാര്യം പറഞ്ഞ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. കാര്യം അതിനുള്ള സമയം പോലും കിട്ടിയില്ല. എല്ലാവർക്കും പനി, ഓട്ടം. എനിക്ക് തന്നെ ഇപ്പൊ ഒരു 4 ദിവസമെങ്കിലായിട്ടുണ്ട് പനി തുടങ്ങിയിട്ട്. എന്ത് ചെയ്തെന്നറിയാം, സാധാരണ ഓപ്പറേഷൻ സമയത്ത് ആരെങ്കിലും ഒക്കെ കൂടെ കാണും. ഇത് ഇക്ക മാത്രം വിളിക്കുക. അകത്ത് സർജറിയുടെ അകത്ത് ഞാനും പുറത്തിരിക്കായും സർജറിയുടെ ഹെൽപ്പിന് ഒരാളും കൂടി ഉണ്ട്. പക്ഷെ അന്ന് സർജറിയുടെ അതെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ESI ഹോസ്പിറ്റൽ ആയതുകൊണ്ട്
PSA ഹോസ്പിറ്റലല്ല, മിക്കവരും അതൊരു ഹോസ്പിറ്റലും പ്രൈവറ്റ് അല്ലാത്ത ഹോസ്പിറ്റലിലും പെണ്ണുങ്ങളുടെ വാർഡ് 8 മണി വരെ ആണുങ്ങളെ നിർത്തത്തുള്ളൂ. അതുകൊണ്ടിട്ട് പനിയൊക്കെ അത്രയും 8 മണി കഴിഞ്ഞാൽ പിന്നെ ആവശ്യം ഉണ്ടല്ലോ. അതുകൊണ്ടിട്ട് നമ്മള് അല്ലേ ഒരാളെ അനിയുടെ ഇത്താടെ റിലേറ്റീവ് ആണല്ലേ പുള്ളിക്കാരി. അത് ഞാൻ പറഞ്ഞ അന്ന് വ്ലോഗിൽ പറഞ്ഞ അന്നെ ഞങ്ങള് സങ്കടം പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് എന്റെ ഇത്താടുത്ത് തന്നെ പറയുമായിരുന്നു വന്ന് ഇന്നോളാന്ന് പറഞ്ഞ. അത് വലിയൊരു സമാധാനമാ. പിന്നെ എത്ര ദിവസം അതിന് അങ്ങനെ എത്ര ദിവസം നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവിടുന്ന് 8:30ക്കാണ് ഫസ്റ്റ് അന്ന് 4 സർജറി ഒന്നും ഉണ്ട്. അന്ന് ഫസ്റ്റ് സർജറി എന്റെ ആയിരിക്കും. 8:30ക്ക് സർജറിക്ക് ഏറ്റു എന്നാ പറഞ്ഞ. അപ്പൊ ഇവിടുന്ന് ഉമ്മായും അവിടെ നിക്കാന്ന് പറഞ്ഞാൽ അവരും കൂടെ പയ്യെ വരത്തുള്ളൂ. 7 മണി 7:30 ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് അവിടെ എത്താറുണ്ട്. ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയത്. ഇവരെന്തായാലും ബസ് പിടിച്ച് അവിടെ എത്തുമ്പോ എത്ര മണിയാന്ന് അറിയത്തില്ല. പുറത്തേക്ക് ഒറ്റക്ക് മാത്രമേ വിളിക്കുക. എന്ത് ചെയ്യും ഒറ്റക്ക് ശരിക്കും വേണ്ട. എന്നാലും നമുക്ക് അവിടത്തേക്ക് വേണ്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കി. എന്നാലും പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ഇക്കാക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. അല്ലാണ്ട് അതില് എന്ത് ചെയ്യണോന്നറിയത്തില്ല. ഒരു 100,000 ടെൻഷൻ കൊണ്ടാ ഞങ്ങള് പോകുന്നത്. എല്ലാം അല്ലാണ്ട് കയ്യില്. അല്ല നമുക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇതാക്കാനൊന്നും. ഇവിടെ ഇവരും ഒറ്റയ്ക്കാണ്, നൈസായും പിള്ളേരും. പിന്നെ ഉമ്മ ഒന്ന് കൂടുതൽ നടക്കാന്ന് പറഞ്ഞ. എന്നാലും ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ ബ്ലോഗ് കാണുന്നവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും അല്ലേ. പിന്നെ എല്ലാം അന്ന് പറഞ്ഞ എല്ലാം അല്ലാണ്ട് കയ്യില്. പിന്നെ ഇപ്പൊ ഞങ്ങക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള കൊണ്ടുപോകാം. എന്തായാലും ഒറ്റയ്ക്ക് കളിക്കുക ശരിക്കും ഓടേണ്ടി വരും. പിന്നെ എല്ലാം അത് നമ്മുടെ നല്ലതിൽ ഓരോന്ന് വീശണം. അതെല്ലാം അതേ കണക്ക് തന്നെ നടക്കും. ഇപ്പൊ എന്തായാലും നോക്കി ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഇപ്പൊ എല്ലാം പയ്യെ ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ കിടക്കുന്ന ഡ്രസ്സ് എല്ലാം കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറ്റിയും പറിച്ച് ഇവിടുന്ന് പോവാനാണ്. അല്ല, ആ കിടക്കുന്ന എല്ലാം കഴുകിയ തുണി മടക്കി വെക്കാനുള്ളതാണ്. ഈ ഇരിക്കുന്ന ഡ്രസ്സൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ളത്. 2 പെട്ടി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അനിയെ കോളേജിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പെട്ടി. ഇത് ഇന്നലെ ഓക്കെ ബാഗ്. ഇത് അനിയുടെ ഇത്താഴെ വീട്ടിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന ബാഗ്. പിന്നെന്തുവാ ഇന്ന് ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചത് വൈറ്റ് ഷർട്ട് അല്ലേ. വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും ആണല്ലോ സർജറി ഇടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു 2-3 കടയിൽ പോയിട്ടാണ് വൈറ്റ് ഷർട്ട് കിട്ടിയത്. എവിടെ നീ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇത്തിരി കട്ടിയുള്ള ഷർട്ട് വേണമല്ലോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇട്ട് കഴിയുമ്പം നമുക്കൊരു ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി കട്ടിയുള്ള വൈറ്റ് ഷർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഓടി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കിട്ടി. ഇവിടെ അങ്ങനെ മടക്കും പെറുക്കും. ഇവിടെ തേപ്പ് മഹോത്സവം. ഇതൊക്കെ ഞാൻ ഓൾറെഡി തേച്ച് വെച്ച ടീഷർട്ട്. അപ്പം ഞാൻ മടക്കിയപ്പോൾ ഇത്ര ആയിപ്പോയി. ഇത് ബാഗ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് മടക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും നീറ്റായിട്ട് ടീഷർട്ട് മടക്കാൻ അറിയത്തില്ല. അല്ല, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങൾ. പെട്ടി പാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ പരിപാടിക്കും ഉള്ള പോലെ കുക്കിംഗ് ആണെങ്കിലും വേറെ എന്തിനും കൂടെ ഉള്ള പോലെ പെട്ടി പാക്ക് ചെയ്യാൻ കയ്യാത്ത് വന്നിട്ടുണ്ട്. ഇത് എന്റേതും വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്യണം, ഇക്കയുടെയും പാക്ക് ചെയ്യണം. ഞങ്ങളെ പിള്ളേർക്ക് നൈസ പറഞ്ഞിട്ട് എന്റെ കൂടെ ഇക്കാക്ക് അവിടെ നിൽക്കുക 8 മണി നിൽക്കാൻ വരും. 8 മണി പിന്നെ നിർത്തത്തില്ല. പെണ്ണുങ്ങളുടെ വാർഡാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ്. ഞങ്ങൾ ഒരു മതിലിന് അപ്പുറവും ഒരു മതിലിന് ഇപ്പുറവുമാണ് ഞങ്ങൾ. അപ്പം ഫസ്റ്റ് ഇക്കയുടെ എല്ലായിടത്തും മാറി വന്ന്. അപ്പം ഇക്കയുടെ എല്ലായിടത്തും മാറ്റി മടക്കി വെച്ചതിന് ശേഷം എൻ്റെ വയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒന്നെങ്കിൽ വ്യാഴാഴ്ച ഇല്ലെങ്കിൽ ശനിയാഴ്ച എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കറക്റ്റ് ഒരു ഡേറ്റ് പറയാത്തതുകൊണ്ട് ഇത്രയും. അപ്പം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ശനി 6 ദിവസത്തേക്കുള്ള ഡ്രസ്സ്
നമുക്ക് അവിടെ ഇട്ടോണ്ട് നിൽക്കാനും രാത്രി കിടക്കാൻ നേരത്തും അങ്ങനെ 2 ജോഡി വെച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മിക്കവാറും ഇട്ടതിന് ഇട്ടുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്നവര് കിടക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഒരു ഇതില്ല. എനിക്ക് പിന്നെ അവിടെ ചെല്ലുന്ന ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഡ്രസ്സ് മതി. അപ്പൊ ഇക്കാക്ക് ഞാൻ ഇപ്പൊ ഇക്കാട് എനിക്ക് 2-3 മുണ്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇടാൻ ടീഷർട്ടും പാന്റും എല്ലാം എടുത്തിട്ടുണ്ട്. ഫുൾ കൈ ആണല്ലേ വന്നത്. അവരോട് ഹാഫ് കൈ മതിയെന്ന് പറഞ്ഞതാണ്. നമ്മൾ ആദ്യം എടുത്ത ഷർട്ട് 4 സൈസ് ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടി വലുത് വേണം തോന്നി 42 മതി എന്ന് പറഞ്ഞു. പക്ഷെ അവര് 42 തപ്പാനായിട്ട് കുറേ നേരം പിടിച്ച്. സോ അപ്പൊ അതിന്റെ ഇടക്ക് ഹാഫ് കൈ ആണോ ഫുൾ കൈ ആണോ നമ്മൾ നോക്കിയില്ല, അവരും നോക്കിയില്ല. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റും. നാളെ ഇത് കട്ട് ചെയ്ത് ഇത് ഹാഫ് കൈ ആക്കുന്നു. എന്തായാലും സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഫുൾ കൈട്ടുണ്ട് റിസ്ക് ആണ് ചെറുപ്പം. അപ്പം നാളെ ഇത് കട്ട് ചെയ്യുക. അച്ഛന്റെ കൈ നാളെ കട്ട് ചെയ്യുന്നതായിരിക്കും. അച്ഛന്റെ കൈ അതിന്റെ മറ്റേ തിലകന്റെ സ്ഫടികത്തില് മുറിക്കുന്നതൊക്കെ നമുക്ക് മുറിച്ച് ചെറുതാക്കാം. ഇനി നാളെ പോയിട്ട് ഇത് മാറി ഹാഫ് കൈ മേടിക്കുന്നത് സൺഡേ ആണ്, നടക്കത്തില്ല. പിന്നെ തിങ്കളാഴ്ച ഒട്ടും നടക്കത്തില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് 9 മണിക്ക് അവിടെ ചെല്ലണം. അപ്പൊ ഇവിടുന്ന് 7 മണിക്കാണ് ഞങ്ങൾ 7 മണി 7:30 എങ്കിലും ചെന്നാൽ ഇവിടുന്ന് ഇറങ്ങിയാൽ അവിടെ 9 മണിക്ക് ഷാർപ്പ് 9 മണിക്ക് എത്തണം പറഞ്ഞു. അപ്പോൾ മിഷൻ ഉണ്ടല്ലോ, മിഷൻ ഉള്ളത് കുഴപ്പമില്ല. വെട്ടുക, മുറിക്കുക, ഇടുക. അപ്പം എനിക്ക് ബെഡ്ഷീറ്റ് സെപ്പറേറ്റ് എടുക്കണം, ഇക്കാക്ക് ബെഡ്ഷീറ്റ് സെപ്പറേറ്റ്. ഇവിടുത്തെ ഉള്ള മൊത്തം ബെഡ്ഷീറ്റ് കൊണ്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഇവർക്ക് ഇപ്പൊ നിലവിലുള്ള ബെഡ്ഷീറ്റ് മാത്രമേ ഇവർക്ക് സ്വന്തമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാം. പൊട്ടത്തില്ല, ഭയങ്കര പാടാ. അതിന്റെ ടാഗ് ഞാൻ വന്നപ്പോ തൊട്ട് വലിച്ചടിക്കാൻ നിങ്ങൾ നടക്കുന്നില്ല. ആ അമ്മയുടെ മിഷന്റെ താഴത്തെ ബോക്സിനകത്ത് കത്രി ഉണ്ടെടുത്തുണ്ടോ നോക്കി കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നെയ്സ നോക്കണില്ല. അപ്പൊ കയ്യാപ്പി വലിച്ചു പിടിച്ചോണ്ടിരിക്കുന്നു. ഭയങ്കര പൊട്ടത്തില്ല. അത് ഇനി കത്രി വെച്ച് മുറിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ഓരോ മെയിൻ്റെനൻസ് വർക്ക് പിന്നെ വന്നോണ്ടിരിക്കും. ഇവർക്ക് എല്ലാ സാധനവും 2 വെച്ച് കൊണ്ടുപോകണം. ബ്രഷിന് 2 സോറി, പേസ്റ്റ്, തോർത്ത്, സോപ്പ്. പേസ്റ്റ് പിന്നെ ഇക്കാക്ക് മറ്റേ പല്ലിന് ഈ കുറച്ച് വേദന വന്നോണ്ട് മറ്റേ സെൻസറിന്റെ റാപ്പിഡ് റിലീഫ്. അപ്പൊ ഇക്കാക്ക് അസുഖം. അപ്പൊ എനിക്ക് വേറെ, അത് ഇക്കാക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ എനിക്ക് വേറെ ഇത് കുളിക്കുന്ന സോപ്പാണ്. എന്റെ കുളിയിൽ തന്നെ നടക്കുവാന്നറിയത്തില്ല. കാരണം വെച്ചാൽ കാലിലല്ലേ നമ്മുടെ കാലിലെ ഉപ്പൂറ്റി അവിടെയായിട്ടാ സർജറി ചെയ്യണം. ഫസ്റ്റ് നമുക്ക് സർജറി ചെയ്ത സമയത്ത് വിദ്യാർത്ഥിക്ക് തന്നെ ഇക്ക ദേഹം നനച്ച് തുടപ്പിച്ച് തരുകയും ചെയ്തു. കാരണം വെച്ചാൽ നമുക്ക് മേലെ കാരണം വെച്ചാൽ ഈ കാലൊട്ട് നമുക്ക് നിലത്ത് പോലും കുത്താൻ പറ്റത്തില്ല. അപ്പം കുളിക്കുന്ന പോട്ട് മേല് കഴുകുന്ന പോലും നമുക്ക് നടക്കുന്ന കാര്യമല്ല. അന്ന് ഇപ്പൊ നമ്മള് റൂം എടുത്ത് സെപ്പറേറ്റ് റൂം എടുത്ത് വെച്ചാൽ ഇത് റൂമും അല്ല, അവിടെ റൂം ഇല്ല. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാർഡിൽ വേണം കിടക്കാനായിട്ട്. അപ്പോ എന്തൊക്കെ നടക്കുമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അതെ സർജറി നടക്കും. ഇത്രയും ദിവസം ഇടാനുള്ള സകല ഡ്രസ്സ് എടുക്കും. ഇതിനകത്ത് ഡ്രസ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല. കാരണം വെച്ചാൽ അന്ന് ഞങ്ങള് ഇവിടെ പ്രൈവറ്റ് നമ്മളിവിടെ ഫസ്റ്റ് സർജറി സമയത്ത് ഫുൾ ഓപ്പൺ നൈറ്റിയാണ് മേടിച്ചത്. ഇപ്പം നമ്മൾ വാർഡിൽ കിടക്കുന്ന ഫുൾ ഓപ്പൺ നൈറ്റി നടക്കില്ല. എന്തൊക്കെ ആകുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഞങ്ങൾ വലിയ മറ്റേ സ്കേർട്ട് പലാസവും മേടിച്ച്. കാരണം വെച്ചാൽ കാലിൽ സർജറി പ്ലാസ്റ്റർ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് എടുക്കുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റർ ഊരി മാറ്റുക. അതുകൊണ്ട് പാന്റ് വലിച്ച് കയറ്റാൻ നോർമൽ പാന്റ് കയറില്ല. അതിന് ഞങ്ങൾ പോയിട്ട് വലിയ പലാസോ പാന്റ് മേടിച്ചു. പലാസോ പാന്റ് ഒന്നുണ്ട്. മറ്റേ സ്കേർട്ട് പലാസയും മേടിച്ച. അതാകുമ്പോഴത്തേക്കും മറ്റേ പാവാട കണക്കാണ്. പിന്നെ ഇവിടെ 2 ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അതും എടുത്ത് അവിടെ അങ്ങോട്ട് ഇട്ടോണ്ടാണ് അതും എടുത്തു. എല്ലാം ഇവിടം വരേക്ക് ആയി. സർജറി ചെയ്താൽ മാത്രം മതി. നമ്മൾ എന്തൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് കഴിയുമ്പോ ഒരു വെപ്രാളത്തിന് ഒരു തപ്പലുണ്ട്.
തപ്പിപ്പറക്കി എല്ലാം ചക്ക കോഴിയിലൊക്കെ കൊടുക്കും. പക്ഷെ ഉണ്ടല്ലോ ഇക്കാടെ സാധനം സൂക്ഷിച്ച് ഇതാക്കി നോക്കിയത്. നമ്മള് പെട്ടെന്ന് എപ്പോഴാന്ന് വെച്ചാൽ മൊത്തം വാരി വലിച്ചിടും. ഓഫീസിൽ വന്ന് കുളിച്ച് നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നേ മുന്നേ ഇടാനുള്ള ഡ്രസ്സ്, ഇക്കൊക്കെ എടുത്തു വെക്കേണ്ട സാധനം, സകലമായ സാധനത്തിന്റെ ലിസ്റ്റ് ഉൾപ്പെടെ എടുത്തു തന്നിട്ടാ പോയിരിക്കുന്നത്. വെക്കേണ്ട ഡ്രസ്സ് വരെ എടുത്തു തന്നിട്ടുണ്ട്. ജസ്റ്റ് തേച്ച് മടക്കി വെച്ചാൽ മാത്രം മതി. ഞങ്ങൾക്ക് ഇക്കാടെ എടുത്ത് വെച്ചാൽ എന്റെ ഒക്കെ ഫസ്റ്റ് ഇക്കാടെ എടുത്ത്, കാരണം വെച്ചാൽ ഇക്ക ഞങ്ങൾ രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഇക്ക ഒന്ന് വിഷമിക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇക്കാടെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ എടുത്തു തന്നു. അവിടെ എന്നാലും ചുരിദാർ ഇടല് നടക്കുന്നൊന്നുമില്ല. അപ്പം നമ്മള് വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്നായിരുന്നല്ലോ, എമർജൻസി സർജറി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ വേറൊന്നും ചിന്തിക്കാനില്ല. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. അന്ന് സർജറിക്ക് പോയപ്പോ ഒരു സാധനം എടുക്കാം. സർജറി അന്ന് ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു സാധനം എടുക്കാൻ പോയി. പിന്നെ അവിടെ ചെന്നിട്ട് നൈസായിക്കാൻ കൂടെ പോയിട്ടാണ് തൊട്ടടുത്ത ഷോപ്പിലെല്ലാം പോയിട്ട് ഒരാളെ നൈറ്റി, പിന്നെ ഷോള്, സകല സാധനം. പിന്നെ എമർജൻസിക്ക് പോയി മേടിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ നൈസ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരും. പിന്നെ ഇട്ട ഡ്രസ്സ് നൈസ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും നടക്കത്തില്ല. ഇന്നലെ ഹോസ്പിറ്റലില് ഇട്ട ഡ്രസ്സ് സെപ്പറേറ്റ് കിറ്റിലെടുത്ത് മാറ്റി ചെയ്യാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇക്ക ഡ്രസ്സ് പാക്ക് ചെയ്യാം, സെക്കൻഡ് ഇറ്റ് പാക്ക് ചെയ്യാം. അപ്പൊ ഈ പെട്ടിയിലെ ഇക്കടെ വെക്കുന്നത് പറക്കുമെന്ന് മഴ 10 ഞങ്ങൾക്ക് ഇനി കുറച്ച് തുണി കഴിച്ചാൽ അതൊക്കെ വിരിച്ചിതൊക്കെ എടുത്ത് ചെപ്പം കിടക്കുന്നതല്ല. അപ്പൊ ഇക്കയുടെ ഒക്കെ തേച്ച് വെക്കുന്നുണ്ട്. ഇക്കയുടെ സേഫ് ആയിട്ട് നമുക്ക് ഈ പെട്ടിയിലോട്ട് മാറ്റാം. അപ്പൊ ഇക്കക്ക് അത്രയും ദിവസം ഒരാളെ പാൻസ് ഒന്നും തേച്ചില്ല. മറ്റേ സാധാ നമ്മുടെ മറ്റേ കാർഗോസ് എടുത്ത് കഴിയും. ഇത് കാർഗോ അല്ല, അത് വേറെ ഏതോ ടൈപ്സ് ആണ്. അത് ഒരു കോട്ടൺ ജീൻസ് ആണ്. ഇത് ട്രാക്ക് സ്യൂട്ട് അല്ല. ട്രാക്ക് സ്യൂട്ട് എനിക്ക് തോന്നുന്നു ഈ പാൻ്റാണ് എനിക്ക് ഇട്ടുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് കുറേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതാണ് ഇടുന്നെങ്കിൽ അതെടുത്ത് കൊടുക്കും. മുണ്ട് ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഈ പാൻറ് ചെറുതാക്കാം എന്നുള്ളത്. എങ്ങനെയോ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ 2 തോർത്ത് വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇരിക്കട്ടെ. ഇവിടെ 4 പുതിയ തോർത്തുണ്ടായിരുന്നു. 2 വെച്ച് 2 പേർക്കും കൊടുത്തു വിട്ടേക്കുക. കൊതുക് ശല്യം ഹോസ്പിറ്റലിൽ അപാരമായിരിക്കും. അതുകൊണ്ട് പുതപ്പ്, നൈറ്റ് സ്ലീപ്പ്, ടീഷർട്ട് 3 ടീഷർട്ട് തേച്ചിട്ട് ബാക്കി അവിടെ കിടക്കുക. ഇതും കൂടി ഇനി തേച്ചൊതുക്കണം. ടീഷർട്ട് വെച്ച് ഇനി ബാക്കിയുള്ള നിങ്ങൾ ഇത്ര ഒരാളുടെ അടുത്തുള്ളൂ എന്നല്ല, ഇനിയുണ്ട്. അത് നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല. പിന്നെ അത്യാവശ്യം 2 ഫേസ് ടവൽ. അതെ, ഓൾമോസ്റ്റ് ഇതും കൂടി വെച്ച് കഴിയുമ്പോൾ പെട്ടിയിടത്ത് വെക്കുന്ന സംഭവങ്ങളൊക്കെ ആവും. പിന്നെ ബാക്കി ബ്രഷ്, പേസ്റ്റ്, സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ഐറ്റം. അതെ, ഓക്കെ. ടവല് ഏകദേശം ഇത്രയും കൂടി പാക്കിങ് കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ഇടക്കുന്ന തപ്പി പിടിക്കണം ടവൽ എവിടെയെന്ന്. കാര്യം അതേ ഉണ്ട്.
പക്ഷെ ഇത് പോരാ, കുറച്ചുകൂടി തേക്കാനായിട്ട് ഈ തുണിയുടെ ഇടക്കുണ്ട് ടവല്. എമർജൻസി സാധനം അത്യന്താധിതാഭ്യസല്ലേ ടവലൊക്കെ ഇതിനകത്ത് ഇച്ചൊക്കെ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇക്കയുടെ പെട്ടിയുടെ കാറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ ചെറിയ ബാഗ് മതി. അവിടെ ചെന്ന് എന്നാലും പ്രത്യേകിച്ച് എനിക്ക് ഫസ്റ്റ് ദിവസം ചെല്ലുന്ന അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും കൊടുത്ത് മാറാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അത്യാവശ്യം ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് മാറാൻ പറ്റൂലെന്ന് അറിയത്തൊന്നുമില്ല. അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് വെക്കാം ചുരിദാർ. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഈ പാൻറ്റൊക്കെ, ഇത് 2, 3, 4 പാൻറ്റുണ്ട്. സർജറി അന്നത്തെ ദിവസം നമുക്ക് അവിടുന്ന് മറ്റേ വൈറ്റ് ഇടണ്ട, അതുകൊണ്ട് അന്നൊന്നും മാറാനൊന്നുമില്ല. പിന്നെ മഴയുള്ളത് ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഒന്നും പിന്നെ പ്രത്യേകിച്ച് തേക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെ കയറ്റാൻ പറ്റുമെന്ന് അവിടെ ചെന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പിന്നെ ഭയങ്കര ലൂസായതുകൊണ്ട് കുറച്ചുകൂടി ഇടാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇതെല്ലാം ഉണ്ടില്ലേ ബ്ലാക്ക്. നിങ്ങളുടെ പല വീഡിയോസിലും ഈ സാധനമൊക്കെ ഞങ്ങൾ ഇട്ടോണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ അതെ, ഇതെല്ലാം ഇക്കയുടെ ബനിയനാണ്. ഇപ്പം അലമാരയിൽ നിന്ന് ഞങ്ങൾ തട്ടിക്കുടഞ്ഞ് വാങ്ങിച്ചെടുത്തേ ഉള്ളൂ 5-6 ബനിയൻ. പഴയതല്ല കേട്ടോ, ഇതൊക്കെ ഓൾമോസ്റ്റ് ഇക്ക പുറത്തോട്ടൊക്കെ ഈ അടുത്തൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ഇടുന്ന ടീഷർട്ടൊക്കെയാണ്. ഇതൊക്കെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്, നമുക്ക് അതിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കല്ലേ എനിക്ക് അത് ഇതേക്ക് നമുക്ക് എത്രയും ചെറുതാക്കാവോ അത്രയും. നെവർ റിപ്പീറ്റ്. ഇതുകൊണ്ട് എല്ലാ സർജറിയും കഴിഞ്ഞ് തിരിച്ചു പോരണം. ഇനി ഇതേ കണക്കിനെ ചുരുട്ടി കൂട്ടി വേണം അകത്തോട്ട് കയറ്റാനായിട്ട്. ഇത് ഇക്കയുടെ പെട്ടിയിൽ വെച്ചേക്ക്. എന്തായാലും വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലേ. ഏകദേശമൊക്കെ ആയി. പിന്നെ ഉള്ളത് വൈറ്റ് ഷർട്ട് റിപ്പയർ ചെയ്യണം. വൈറ്റ് മുണ്ട് മെഷീനിൽ കിടപ്പുണ്ട് കഴുകാനായിട്ട്. നാളെ ഉറങ്ങി കിട്ടണം. അപ്പോൾ എൻ്റെ പാക്കിങ്ങും കഴിഞ്ഞു. ഇനി അടുത്തത് കൊണ്ടുവരുന്ന പാത്രം. അവിടെ എന്തായാലും കൊതുക് കാണും. വാതായിരുന്നു കൊതുക് തിരി പേസ്റ്റ്. അവിടെ എന്തെങ്കിലും ഫുഡ് മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് പാത്രം ഇത് ഞങ്ങൾ സെറ്റായിട്ട് മേടിച്ച് വെച്ചായിരുന്നു. ഇന്ന് വരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഉപകാരം വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ള് മെഡിക്കൽ ഷോപ്പാണ്. അതന്നെ നിങ്ങൾക്ക്
ചുമ വന്ന കഴിക്കാൻ ലേഹ്യം, തലത്തേക്കാള സേറം, പിന്നെ വിക്സ്, ഡോളോ, പിന്നെ വിക്സ് മിഠായി, ചുമനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും സാധനം ഇക്കയുടെ വെട്ടിയിലോട്ടേ പോകത്തുള്ളൂ. ബാക്കി ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ബക്കറ്റ്, കപ്പ്, പാത്രങ്ങൾ, അതൊക്കെ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കും പാക്ക് ചെയ്യാൻ. എല്ലാം എടുത്ത് വെച്ചത് ലാസ്റ്റിന് തേക്കാണ്ട് 3 ടീഷർട്ടുകളുണ്ട്. അത് തേക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് തേച്ച് കഴിഞ്ഞിട്ട് വേണം തന്നെ അതും കൂടെ എടുത്ത് വെക്കാനായിട്ട്. അത് മാത്രമല്ല ഇനിയും ഉണ്ട്. എടുത്തെടുത്ത് മിക്കവാറും ഞങ്ങൾ ഈ വീട്ടിലുള്ള സകല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അത് തന്നെ വേണ്ടി വരും. വാഷിംഗ് മെഷീൻ അടിച്ച് നിന്നിട്ടുണ്ട്. വാഷിൻ്റെ ആ തുണിയും കൂടെ കൊണ്ട് മുകളിൽ കൊണ്ട് വിരിക്കാനായിട്ട്. കുറേ ദിവസമായിട്ട് ഞങ്ങളോട് പറഞ്ഞെല്ലാം ചെയ്യ്, പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങളത് വെച്ച് ഇത്രേ ദിവസം വരെ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പം തന്നെ മണി എത്ര മണി? 10 മണി കഴിഞ്ഞല്ലേ. 2 ദിവസമായിട്ട് ഞങ്ങൾ താമസിച്ചാൽ വെച്ചാൽ ഇന്നെങ്കിലും നേരത്തെ കിടന്നുറങ്ങുമെന്ന് വിചാരിച്ചു. ഇന്ന് നടക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. മറ്റന്നാളോട്ട് ഒട്ടും ഉറങ്ങാനും പറ്റത്തില്ല. തേച്ചു മടക്കൽ എൻ്റെ ജോലി. അപ്പോൾ ഓൾമോസ്റ്റ് പകുതിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി സോപ്പ്, ചീപ്പ്, അങ്ങനെയുള്ള ബക്കറ്റ്, അങ്ങനെയുള്ള സാധനമൊക്കെ അത് ഊഹിക്കാമല്ലോ. പിന്നെ എന്തോ ഫോൺ, ചാർജർ, ഹെഡ്സെറ്റ്, അതൊക്കെ പോകുന്ന ടൈമിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇവർ പോകുന്നതെന്ന് രാവിലെ കാണാം. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം എത്തിയപ്പം അനിയൻ ഇക്കയൊക്കെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി. ഇപ്പോൾ കറക്റ്റ് 9 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തണം. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവരിവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ രാവിലെ കയാപ്പി അച്ചുമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. കയാപ്പിനെ ഇക്കയും അനിയൻ കുറേ നേരം എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ട് ആൾ ഓക്കെ ആയത്. അപ്പോൾ കുറേ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാര്യം നമ്മളെല്ലാവരും ഭയങ്കര ഇമോഷണലായിരുന്നു. അപ്പോൾ നാളെയാണ് സർജറി. എല്ലാവരും ദുആ ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.